ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ് ഗൈസ്. വി ആർ ഗോയിങ് ടു ഫ്ലൈ. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. ന്യൂസിന്റെ ഡ്രസ്സ് ഇതാണ് ഡ്രസ്സ്. ഷൂ ഇട്ടിട്ടില്ല, ഷൂ ഇടണല്ലേ. ആൻഡ് ദിസ് ഈസ് മൈ കോസ്റ്റ്യൂം. ഓക്കെ, നമ്മളെ പെട്ടികളൊക്കെ ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഈ പെട്ടി ലഗേജിൽ വിടും, ഇതും ലഗേജിൽ വിടും. അത് കയ്യിൽ പിടിക്കും, ഇതും കയ്യിൽ പിടിക്കും. അതാണ് നമ്മൾ വിചാരിക്കണത്. ഇപ്പൊ സമയം 2:45 നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് 7 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ ഒരു 3 മണിയോട് കൂടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3:30-3:45 എത്തും. നമുക്ക് പോണ വഴിക്ക് മറ്റേ ഫോറക്സിൽ കറൻസി മേടിക്കാനുണ്ട്. പിന്നെ ഒരു ചായ കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് പോകാം. ആക്സസ് എൻ്റെ മറ്റേ പേഴ്സ് എവിടെയാ? ഇതിലുണ്ടോന്നുകൊണ്ട് പേഴ്സ് നോക്കട്ടെ. പേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ലോഞ്ചിൽ കയറാം. ഓക്കെ, നിന്റെ ആക്സിസ് ബാങ്ക്, നിന്റെ ICICI കാർഡ് എവിടെയാ? കയ്യിലുണ്ട്. എൻ്റെ ആക്സിസ് ബാങ്ക് ഉണ്ട്, നിന്റെ HDFC ഉണ്ട്. ഓക്കെ, നോക്കാം, കിട്ടുമെന്ന് അറിയില്ല. അതെന്ന് വെച്ചാൽ പാസ്വേഡ് ഓർമ്മയില്ല. അതാണ് അവിടെ ചെന്നിട്ട് നോക്കി നോക്കാം. കിട്ടണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. അത് സാധനങ്ങളൊക്കെ എടുക്കട്ടെ. വണ്ടി വരുന്നുണ്ട്, വണ്ടി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പോൾ തന്നെ അമ്മച്ച് ഉറങ്ങി പോകുന്ന സമയത്ത് അവരെ വിളിക്കാം. ഓക്കെ, ഞാൻ വാച്ച് അതെടുക്കും. ഞങ്ങൾ പോവാം. ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ല പോലെ സാർ. എന്താ നീ വയ്യാണ്ടിരിക്കണേ? ഉറപ്പുണ്ടോ? ഭാഗ്യം ഇവിടെ തുറന്നിട്ടുണ്ട്. കിട്ടി കൈ, സാധനം കിട്ടി അല്ലേ? കാല് നല്ല വേനുണ്ടല്ലേ? അതാ കാല് പൊളിഞ്ഞിട്ട് ഷൂ ഇട്ടോ. എന്തോ വെച്ചിരിക്കണ നീ? ബാൻഡേജ് കിട്ടിയില്ലേ? ചെരുപ്പ് മാറി, അല്ല ഷൂ മാറി. അതായത് സംബന്ധിച്ചാലേ അവളുടെ കാല് വൂണ്ട് വന്നിട്ട് ഇതായി. കഴിഞ്ഞ ദിവസം പാത്രം വീണത്. അപ്പൊ ഞങ്ങള് എയർപോർട്ടിന്റെ അവിടെ മൊത്തം കറങ്ങിയിരുന്നു, പക്ഷെ സാധനം കിട്ടില്ല. പക്ഷെ എയർപോർട്ടിന്റെ അവിടെ അപ്പോളോ ഉണ്ടായതിന്റെ പേരില്, എയർപോർട്ടിന്റെ അവിടെ ഒരു ഫാർമസി ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, പോവാ. നമ്മളുടെ എൻട്രി നടന്നു. ഇനി നമുക്ക് എന്തൊരു ചെയ്യണ്ടേ? ചെക്കിനിലേക്ക് പോകണം. ലഗേജിന് എല്ലാം കൊടുക്കാം നമുക്ക്. ഞങ്ങളില്ല പൊന്നു സാർ, കുറച്ച് ആൾക്കാരുകളുള്ളൂ. ഇത് വലിയ തിരക്കൊന്നുമല്ല, സാധാരണ ഇത്രയും തിരക്കൊന്നുമല്ല ഉണ്ടാവാ. ശരി കേട്ടോ, 4:30 അതുകൊണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ചെക്കിൻ കാര്യങ്ങൾ കൊടുത്താൽ, ചെക്കിങ് അല്ല ബാഗും കാര്യങ്ങളും കൊടുക്കാം. ഫ്രീ ആവാ പോവാ. നല്ല ഉറക്കം വേണ്ടല്ലേ? ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങിക്കോ, ഉറങ്ങാണ്ടിരുന്നാലേ എന്താ അറിയേ, എയർ ഇന്ത്യ പോലെ സുഖമായിട്ട് ഉറങ്ങാം. നമ്മളുടെ പരിപാടികൾ കഴിഞ്ഞു അല്ലേ? ചെക്കിങ് കഴിഞ്ഞു അല്ല? ഇവിടെ ഇമിഗ്രേഷൻ ഒന്നും ഇല്ല, ഡൽഹിയിലെ ഇമിഗ്രേഷനുള്ളൂ. ഇത് കാൽമേക്ക് വീഴട്ടെ. ഇനി നമുക്ക് ഇത് സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് എവിടേക്കുള്ളതാണെന്നറിയോ? അത് നല്ലത്. ഇത് നമുക്ക് കൊച്ചി ടു പാരീസ് എന്നുള്ളതാണ്. കൊച്ചി ടു പാരീസിലേക്കുള്ള ഇതാണ് ഇത്. സോറി, ഡൽഹി ടു പാരീസിലേക്കുള്ള ബോർഡിങ്ങും പാസ്പോർട്ടും പൊന്നൂസിന്റെ കയ്യിൽ ഇതായിരിക്കണം. കൊച്ചി ടു ഡൽഹിയിലേക്കുള്ള ബോർഡിംഗ് പാസ് അങ്ങനെയാണ്. ഓക്കെ, ഇത് നമുക്കിനി ആവശ്യമില്ല, പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഡൊമസ്റ്റിക് എന്നാ പോണേ. ഇനി നേരെ എങ്ങോട്ടേക്ക്? നേരെ ഗേറ്റിലേക്ക്. ഗേറ്റ് 1 ഗേറ്റ് 1 പോവാം. ഗേറ്റ് 1 ഇവിടെയാണ്. ഗേറ്റ് 1 പോവാ, വെയിറ്റ് ചെയ്യുക, ഫ്ലൈറ്റ് വരുമ്പോൾ കയറാം. അത്രയേ ഉള്ളൂ. 5 മണി ആയിട്ടുള്ളൂ. പക്ഷേ സമയം 6 മണി ആയിട്ട് 2 മണിക്കൂർ കൂടി ഉണ്ട്. ഇറങ്ങിയല്ലേ? കുറച്ച് ചെറുതായിട്ടൊരു 15 മിനിറ്റ് 20 മിനിറ്റ് അത്ര ഞാൻ കേൾക്കുന്നുണ്ട്. ഗേറ്റ് ഓപ്പൺ ആയി. ഓക്കെ, നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ട് സാധനത്തില്ലേ കിടക്കണം നമ്മുടെ വണ്ടി. കിടക്കണം നമ്മുടെ എയർ ഇന്ത്യ. 16B എന്ന് തിരക്കുറവ് സാർ. തിരക്കുണ്ട്, കുറേ തിരക്കുണ്ട്. പിന്നെ നേരെ ഓഫ് ടു ഡൽഹിയിലേക്ക് കാണാം. ഞാൻ ഇതുവരെ 8 ദിവസം കണ്ടിട്ടില്ല. ഞങ്ങൾ പോയപ്പോൾ ആദ്യമായിട്ട് ദിവസം കാണും. ഡൽഹി എത്തി ഗൈസ്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡായിട്ട് എത്തും. നമ്മളിങ്ങനെ വെറുതെ നിന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പതുക്കനെ പോകുള്ളൂ. വലിയ എയർപോർട്ടാ. നമ്മളെത്താൻ പോണ പാരീസ് CDG ഷാംദഗൾ എയർപോർട്ടിൽ വലിയ എയർപോർട്ടാണ്. ടെർമിനൽസ് ഉണ്ട്.
എന്നിട്ട് എയർപോർട്ടാ പഴയ എയർപോർട്ടാണ്. പഴയ എയർപോർട്ട് ഒന്നല്ല. ഈ സാധനങ്ങളൊക്കെ നല്ല രസമുണ്ട് കണ്ടോ. ഇത് കുറേ ആയിട്ട് ഇവിടെ ഉള്ളതാ. രസമുണ്ടെന്നല്ലേ. തടി 8 അതെ. നീന്തൊരു പറഞ്ഞ 11 മിനിറ്റിനുള്ളിൽ എത്തണമാ. 11 മിനിറ്റിനുള്ളിൽ എത്തണം എന്നല്ല, ഗേറ്റ് നമ്പർ 8 11 മിനിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ആ ഗേറ്റ് നമ്പർ 8 എത്താം. അതാണ് അവർ മെൻഷൻ ചെയ്തേക്കാം. അതൊക്കെ സമയമുണ്ടല്ലോ. 1 മണിക്കാണ് ഫ്ലൈറ്റ്. ഗേറ്റ് ഓപ്പൺ ആയിട്ട്, ഗേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല. എന്തായാലും 1 hour കഴിയുമ്പോൾ ടൈം എടുക്കും. ഗൈസ്, നമ്മളുടെ ഈ ട്രിപ്പിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മളുടെ പോക്കില്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ആ ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണതാണ് നമ്മളിപ്പോ പോകുന്ന കാര്യങ്ങൾ അല്ലേ. നീ എനിക്ക് എന്താ തരണേ? നീ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ചെറിയ കടയെന്നേ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചോ. നീ ആ കടയിൽ നിങ്ങൾ ചെറിയൊരു വാച്ചങ്ങ മേടിക്കുന്നോ മതി. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം, നീണ്ട ഇടവേള നല്ലൊരു 1.5 മണിക്കൂറിനോട് വെയിറ്റ് ചെയ്തല്ലേ. 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവാറായിട്ടുണ്ട്. ഗേറ്റ് 8 ഫ്രഞ്ച് പീപ്പിൾസ് അല്ലേ. ബോധം മുതിരാത്ത കുറെ എണ്ണങ്ങളുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞു? ഫ്ലൈറ്റ് നമ്പർ 143. അത് നല്ല അല്ല നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ വന്ന് വിളിച്ചു. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങള് ഈ ഫ്ലൈറ്റ് ആണ് ഈ കിടക്കണത്. ഇത് കുഞ്ഞ ഫ്ലൈറ്റാ, പക്ഷെ ഇപ്പുറത്തേക്ക് കൂട്ട സാധനം കിടക്കുന്നുണ്ട്. കണ്ടാ 36 അല്ലേ അറ്റ് ലാസ്റ്റ്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ഇഷ്ടായ? എന്നുണ്ട് ഇതിനായിട്ട് പോയിട്ട് പറഞ്ഞ സാധനം കേൾക്കണ്. ടീ സന്തോഷായില്ലേ? ഹാപ്പി ആയില്ലേ? ഇറങ്ങി ഓൾറെഡി തോന്നുന്നുണ്ടല്ലേ? എല്ലാ സിനിമ ഉണ്ട് പോരെ. നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ചിക്കനാണ്ടോ ഇത്? ചിക്കനാണ്. പിന്നെ സാലഡ്, ഇതെന്തോ ഡെസേർട്ട്. ഇത്ര ഉള്ളൂ. മനസ്സ് ചിക്കൻ തന്നെയല്ലേ പറഞ്ഞേ? ഒരു ഫ്ലൈറ്റിൽ വേറൊരു ഫ്ലൈറ്റ് ഗൈസ്. അങ്ങനെ 6 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാരീസിൽ ഇറങ്ങാണ്. എവിടെ എത്തി? പാരീസ്. ഗ്യാസ് തീർന്നു ഗൈസ്. ഞങ്ങള് പാരീസിലെത്തി. നടക്കണ്ടല്ലേ? ഇതിനുള്ളിലല്ല, ഇതിനുള്ളിൽ ഇറങ്ങുമ്പോ നല്ല തണുക്ക് കണക്കും. പൊന്ന സമയത്തേക്ക് ചെറുപ്പിട്ട് നടക്കണേ. നാളേക്ക് കാലേ ഗൈസ്. അങ്ങനെ നമ്മള് പാരീസിലെത്തിയിട്ടോ. നമ്മുടെ ലഗേജും കിട്ടിയ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാൻ ഇറങ്ങിക്കോ. പുറത്തിറങ്ങുമ്പോൾ തണുത്ത് തുടങ്ങുന്നുള്ളൂ. എണ്ണം മനസ്സിലിരിക്കും കേട്ടോ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ തണുക്കുണ്ട് പൊന്നിസേ? ഇപ്പൊ തണുക്കുണ്ടല്ലേ? ഇപ്പൊ തണുക്കുണ്ട്. ഇപ്പൊ തണുപ്പ് കുറച്ച് കുറവാതെ. പുറത്തൊക്കെ വണ്ടികള് എടുത്തു. എന്തായി? അങ്ങനെ വണ്ടിയും സാധനങ്ങളൊക്കെ കയറ്റി, പെട്ടി സാധനങ്ങളൊക്കെ കയറ്റി കാറിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. ഓടി കയറി. തണുക്കണ്ടായില്ലേ? തണുക്കുണ്ട്. കാലിമിക്കൊക്കെ തണുപ്പ് വന്നില്ലേ? കാലിമിക്ക് തണുപ്പ് വന്നില്ലേ? കൈമിക്ക് തണുപ്പ് വന്നു. കാലിമിക്ക് തണുപ്പ് വന്നിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം. നമുക്ക് വീട്ടിൽ പോവാം. സ്ഥലത്തി എത്ര മിനിറ്റ്? ഇവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നീ എന്തൊരു ഉദ്ദേശിച്ചാൽ ഞാൻ ഈ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടോ? അല്ല, അത് ഉള്ളേരിയകളൊക്കെ ഇതുപോലെ അതാണ്. വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഞാൻ. ഫസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ താമസിച്ച സ്ഥലം, അതിനുശേഷം ഒരു മാസം 10 ദിവസം ആയപ്പോൾ സ്ഥലത്ത് നിന്നുള്ളൂ. പിന്നെ അതിനുശേഷം കുറേ നാൾ നിന്ന് ഇങ്ങനത്തെ വീടുകളുള്ള സ്ഥലത്താണ്. ഞാൻ അങ്ങോട്ടേക്ക് പറ്റണമെങ്കിൽ പോവാൻ നമുക്ക് ആ സ്ഥലത്തേക്കൊക്കെ. നീ എന്താ പൊന്നു ആളോട് ഇത് പറയാഞ്ഞേ? താങ്ക് യു എന്ന് പറയണ്ടേ? മേഴ്സി ബുക്ക് എന്ന് പറഞ്ഞിട്ട് ബൊന്നൂയിന്ന് എന്താ പറയാ? നീ ഗുഡ് നൈറ്റ് പറയണ്ടേ? എന്താടി വാഴ? അതേ വാഴ ഉണ്ടല്ലോ നമ്മുടെ വീട്ടില്. വാഴക്കൊലയാണോ? ഓണത്തിന് ഇല വെട്ടാം, ഓണസദ്യ ഉണ്ടാക്കാം.
2 കൈ കൊണ്ട് പിടിച്ച് വലിച്ച പെണ്ണേ. പൊക്കോ പൊക്കോ പൊക്കോ. ഒരു മിനിറ്റ്. എന്നിട്ട് കാണിക്കണേ.